ഹായ്, എല്ലാവർക്കും മിച്ചസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് താരമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് പൂരി ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനുവേണ്ടി കടല ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചത്. കാരണം ഞാനത് ഇന്ന് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ കഴിഞ്ഞ ആഴ്ച പൂരി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കാൻ കാര്യം ഈ കടല വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. അതിനി വെച്ചിരുന്ന് കീട വരുമെന്നും പറഞ്ഞ് ഞാൻ അതങ്ങ് കറി വയ്ക്കാമെന്ന് വെച്ചു. അപ്പം അതിനുള്ള കോമ്പിനേഷൻ എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരിയും ആ കറിയും കൂടെ നല്ലതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പെട്ടെന്ന് ഈ പൂരി വന്നത്. അപ്പം ഞാൻ പൂരിക്ക് കുഴച്ച് വെച്ചിട്ട് അവൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ മമ്മി എനിക്ക് അവൻ ആ കടലക്കറി ഉണ്ടോണ്ടേ പുട്ട് വേണം പോൾമോന്. അപ്പം ഞാൻ ആ പൂരി കുഴച്ചതങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇച്ചിരി ഒരു പുട്ടിനും വേണ്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇച്ചിരി മാവ് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഡ്രൈ പൗഡർ ഇട്ട് പൾസ് ചെയ്ത് എടുക്കാമെന്ന് വെച്ചു. അപ്പം മക്കൾ നമ്മുടെ അടുത്തല്ല പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെ നല്ല പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവനങ്ങനെ രാവിലെ കഴിച്ചിട്ട് പോകുന്നതല്ല. പിന്നെ ഇതുണ്ടാക്കിയത് കൊണ്ട് അന്ന് അവൻ കഴിച്ചു. അന്ന് പിന്നെ ഇത് കഴിക്കേണ്ടിയിട്ട് ആൾ രാവിലെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് രാവിലെ എന്നെ ഓൾറെഡി അല്ലേലും 7 മണിക്ക് മുമ്പിട്ട് അവൻ എണ്ണീക്കും. പിന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു സമയം 8:30 ആകുമ്പോഴത്തേക്കിനും ഇവിടുന്ന് പോവും. അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നല്ല നൈസായിട്ടിരിക്കുന്നത്. അപ്പം ഞാനത് ആ മിക്സിയുടെ ജാറിൽ തന്നെ അവിടെ വെച്ചിട്ട് പൂരിയൊക്കെ ഉണ്ടാക്കാം. അത്രയും നേരം അതവിടെ അതിൽ തന്നെ ഞാനിങ്ങനെ വെച്ചേക്കുമായിരുന്നു. പ്രൈസിന് ഇതല്ല കൊടുത്തുവിട്ടെ, അവന് ബ്രെഡും ചീസും കൂടെ കൊടുത്തു വിട്ടെ. അവന് കറിയായിട്ട് കൊണ്ടുപോകുന്നില്ല. ഞാൻ പറയുന്ന ടൊമാറ്റോ സോസ് കൂട്ടി കൊണ്ടുപോകാൻ പറയാൻ വേണ്ട, ഉച്ചയ്ക്ക് ഈ കറിയും ഇതും കൂട്ടി അവൻ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കുറച്ചൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ പൂരി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലല്ല ഇന്ന് പൂരി ഉണ്ടാക്കിയത്, വേറൊരു ചീനച്ചട്ടിയിലാണ്. അപ്പം ഇത് അതിൻ്റെ അകത്തെ വശം ഇച്ചിരി കുഴിഞ്ഞതാണ്, വിസ്താരമില്ല. അതുകൊണ്ട് നമുക്ക് എണ്ണ ഇങ്ങനെ കോരി അതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റേ ഞാൻ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്താണ് ഞാൻ ഇന്നലെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത്. ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ട് ഞാനത് വേറെ പാത്രത്തിലാക്കിയില്ല, അതിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ പൂരി അങ്ങനെ ഒത്തിരി പൊങ്ങി വന്നില്ല. കാരണം അതിങ്ങനെ ആ കുഴിവശത്ത് കുഴിയിൽ ഇങ്ങനെ കിടക്കുക. നമുക്ക് എണ്ണ അങ്ങോട്ട് അതിലോട്ട് കോരി ഒഴിക്കാൻ പറ്റത്തില്ല. മറ്റേത് ചെറിയ പാത്രമാണേലും നമുക്ക് ഈ തവിയിൽ നിന്ന് എണ്ണ കോരി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാൻ പറ്റുമായിരുന്നു. അതാണോ റീസൺ എന്നും അറിയത്തില്ല. ഇന്നത്തേത് എന്ത് വന്നാലും അങ്ങനെ നേരത്തെ പൊങ്ങി കുമിളിച്ച് വരുന്നത് പോലെ കുമിളിച്ച് വന്നില്ല. പിന്നെ പോള് പറഞ്ഞ് രാവിലെ എനിക്ക് പുട്ടും വേണം, വൈകിട്ട് ഉച്ചയ്ക്ക് എക്സാം ആയതുകൊണ്ട് ഇച്ചിരി നേരത്തെ വരുമായിരുന്നു. ഉച്ചയ്ക്കാവുമ്പം എനിക്ക് വരുന്നുടനെ ചൂട് പൂരിയും കടലക്കറിയും തരണമെന്ന് പറഞ്ഞു. അവന് ഒരു കോമ്പിനേഷനുണ്ട്. അവൻ ചില കാര്യങ്ങളിൽ സാധാരണ എനിക്ക് പുട്ടും പഴവും ഒക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. ഈ കറിയോട് എനിക്ക് അത്ര താല്പര്യമില്ല. പൂരി ആണെങ്കിലും എനിക്കങ്ങനെ കറി വേണമെന്നില്ല. ഞാൻ ഇന്നാളിലും പറഞ്ഞില്ലേ, ഇവർക്ക് പക്ഷേ അങ്ങനല്ല. അവർക്ക് ഓരോ ഇതുണ്ട്. ഇവർക്കെന്ന് പറയാം, ഇവന് പൂരി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നലെ കറി ഉണ്ടാക്കിയായിരുന്നല്ലേ, അത് ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കടുക് വറുത്ത് ചേർക്കണം. എന്നിട്ട് മൊത്തം ഇന്ന് എടുക്കത്തില്ല, കുറച്ച് ഞാൻ എടുത്തങ്ങ് വയ്ക്കും തണുപ്പോടെ. പിന്നീടാണിത് ഞാൻ ചൂടാക്കുന്നത്. കടുക് വറുത്തിട്ട് ഇതിൽ നിന്ന് പകുതി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ബാക്കിയെടുത്ത് ചൂടാക്കും ഇപ്പോഴത്തേക്കിനും. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൂരിയും കറിയും ഇവിടെ റെഡിയായി. പിന്നെ ഇനിയും അവനുള്ളത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ചൂടോടെ അത് കഴിഞ്ഞിട്ട് അവനെ പോയി വിളിച്ച് ഉണർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞ് അന്നേരം ഇച്ചിരി കൂടെ കഴിയട്ടെ ഇതിൽ ഉറക്കപ്പിച്ചേ. ഞാൻ പറഞ്ഞു എടാ പുട്ടുണ്ടാക്കി ചൂടോടെ പുട്ട് കഴിക്കാൻ എണ്ണിക്കാന്ന് പറഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് ചാടി എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്ന് പുട്ട് കഴിച്ച്. ഞാൻ പുട്ടടപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഡാഡിക്ക് കൊടുക്കാനുള്ളത് പോയത്. അപ്പോൾ അത്രയും നേരം അത് ഇരുന്നത് കൊണ്ട് ഒന്നുകൂടെ അങ്ങ് നല്ല മയമായി, പെട്ടെന്ന് ആവി വരിക. നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു. ഇങ്ങനെ ആകുമ്പം അവന് കറി ഉണ്ടെങ്കിൽ പിന്നെ ഇവർക്കല്ലെങ്കിലും തേങ്ങയോട് അത്ര താല്പര്യമില്ല പുട്ടിൻ്റെ അകത്ത്. എനിക്കും റിച്ചാനും തേങ്ങ ഇഷ്ടമാണ് പുട്ടിൻ്റെ അകത്ത്. അങ്ങനെ ഡാഡിക്കും കൊടുത്ത് പിന്നെ ഞാനും കഴിച്ചു. പിന്നെ അവൻ്റെ പുട്ടപ്പോഴത്തേനൊക്കെ റെഡിയായിട്ട് പുട്ട് ഞാനെടുത്ത് ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ ഇച്ചിരി നേരം അടച്ചു വെച്ചപ്പോഴത്തേക്കിനും അവൻ എഴുന്നേറ്റ് വന്നു.
പിന്നെ രാവിലത്തെയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പാതാമ്പരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളം ക്യാൻ ഇന്നങ്ങ് കഴുകാമെന്ന് വെച്ച്. അതിനുശേഷം പിന്നെ ബോട്ടിലുകളിലെല്ലാം ഞാൻ വെള്ളം നിറച്ചു. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ആ തണുത്ത ചരുവത്തിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണം. അപ്പോൾ അരി അടപ്പത്തിട്ടായിരുന്നു, അതൊന്ന് തിളയ്ക്കാറായിട്ടുണ്ട്. തിളച്ചതിന് ശേഷം പിന്നെ അത് ഓഫാക്കിയിട്ടിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ ആയതിന് ശേഷം പിന്നെ വെന്തില്ല എങ്കിലും ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിടും. കുടിക്കാൻ വെള്ളം കൊച്ചിയരുവത്തിലെ വെള്ളം തിളപ്പിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ കുറച്ച് ലിവർ ഇരിപ്പുണ്ടായിരുന്നു. അത് ഇവിടെ ലിവർ ഞാനും പ്രൈസമ്മൂനുമാണ് കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇച്ചിരി വിനാഗിരി ഉപ്പ് ഇട്ട് അത് കുറച്ച് നേരം അവിടെ നിന്ന് കിടക്കട്ടെ. അതൊരു 1/4 കിലോയേ ഉള്ളൂ. അന്ന് അച്ചാറിടാൻ ബീഫ് വാങ്ങിക്കാൻ പോയണേ റേച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നല്ല ഉണക്ക കുട്ട തേങ്ങയുണ്ട്, ഞാൻ മറക്കുന്നില്ല, അങ്ങനെ അങ്ങോട്ട് പോയി. ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ. സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി കൂടിപ്പോയി വെള്ളം. പയർ ഇന്ന് എന്നും ഞാൻ പയർ ചെയ്യുന്നത് പയറിൻ്റെ അകത്ത് തന്നെ തേങ്ങയും സവാളയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൈ കൊണ്ട് നന്നായി ഞെവിടിയിട്ട് പിന്നെ കടായിക്കകത്ത് ഓയിലൊഴിച്ച് കടുക് ഇട്ടിട്ട് ഇത് ഇടുക. ഇന്നിപ്പോൾ ചെയ്തത് ഓയിലൊഴിച്ച് കടുക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ പയറും തേങ്ങ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഞെവിടി ഇട്ടിട്ടുണ്ട്. അതിന് മുക്കാലൊന്ന് വെന്തെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ട് അത് ഇച്ചിരി ഒന്ന് അതിൻ്റെ മുകളിൽ പയറൊക്കെ ഇട്ടൊന്ന് ഒതുക്കി കുറച്ച് നേരം ചെറിയ തീയിലിട്ടിരുന്നേ. എന്നിട്ടത് പിന്നെ ഇളക്കി ഇങ്ങെടുത്താൽ മതി. നമ്മുടെ ലിവർ ഞാൻ 2 വിസിലടിച്ചായിരുന്നു. എന്നിട്ട് ഇനി അതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ പാൻ വെച്ച് ഒരിച്ചിരി ഓയിലൊഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ തേങ്ങാക്കൊത്തിട്ടില്ലേ അതിൻ്റെ അകത്ത്, ആ തേങ്ങാക്കൊത്തെന്ന് പറഞ്ഞ അന്ന് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച ഒരെണ്ണം അത് ഞാൻ എന്തെത്തിനെല്ലാം എടുത്തെന്നറിയാമോ? നല്ല എണ്ണമയമുള്ള തേങ്ങയാണ് അത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടെണ്ണ ആ വെള്ളത്തിന് തന്നെ നല്ല എണ്ണമയം തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ നമ്മൾ കഴുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അങ്ങ് ഓയിൽ വരും. അപ്പം നമ്മുടെ തോരന് ഞാനൊന്ന് ഇളക്കിയിട്ട് പിന്നെ തോരൻ റെഡിയായി. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് ടേസ്റ്റാണ്. വെളിച്ചെണ്ണയുടെ ക്ഷാമം കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഒഴിക്കും. അപ്പോൾ തോരൻ അവിടെ റെഡിയായി. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിച്ചായിരുന്നു. പിന്നെ ഇച്ചിരി സവാളയും കൂടെ ഇട്ട് അതൊന്ന് സവാള ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഞങ്ങൾ ഈ ബീഫ് വാങ്ങിക്കാൻ പോകുന്നിടത്തേ എനിക്ക് ലിവർ ഇഷ്ടമായതുകൊണ്ട് റേച്ചാൻ അവിടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ നോക്കും. മിക്ക സമയത്തും അവിടെ കാണത്തില്ല, കാരണം അവിടെ അതുപോലെ ആൾക്കാരാണ്. രാവിലെ കൊണ്ടുവരുന്ന ഈ ഇറച്ചികൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കിനും അത് മൊത്തം തീരും. പിന്നെ അവർ വൈകിട്ട് വീണ്ടും പോയി അടുത്ത ഇതെടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ മിക്ക ദിവസങ്ങളിലും ചോദിക്കുന്നുണ്ടേ, ലിവർ ചോദിക്കുന്നുണ്ട് പറയും തീർന്നു പോയെന്ന്. കാരണം ഞങ്ങളെ അവർ വിളിക്കുന്നത് ഒരു 12 മണിയാകുമ്പോഴത്തേക്കിനാണ്. അപ്പോൾ അവിടെ രാവിലത്തെ ആ ഒരു തിരക്കൊന്ന് ഒഴിഞ്ഞിരിക്കും. അപ്പോഴത്തേക്കും രാവിലെ എല്ലാവരും ലിവർ എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മുടേത് അവർ അവിടെ എടുത്ത് മാറ്റി വച്ചേക്കും. നമ്മൾ തലേന്നേ ഇങ്ങനെ വേണ്ടിയപ്പം തലേന്നേ പറയണം. അതനുസരിച്ച് അവർക്ക് നല്ല ഇത് ഈ നെയ്യൊന്നും ഇല്ലാത്ത അവർക്കറിയാമല്ലോ ഏത് വശമാണ് നല്ല പാകമാണ് നല്ലതെന്നൊക്കെ, അങ്ങനെ എടുത്തുകൊണ്ട് വരും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് എന്നിട്ട് നമ്മൾ വേവിച്ച ലിവർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇച്ചിണി വെള്ളം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ലിവർ വേവിച്ചുണ്ടെങ്കിൽ അത്രയും വെള്ളം പിന്നെയും വീണ്ടും വെള്ളം ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് കുക്കർ തുറന്നിട്ടിട്ട് വേവിച്ചെടുക്കുമായിരുന്നു, ആ വെള്ളം വറ്റിക്കുമായിരുന്നു. ഇനി അതൊന്ന് മുരിഞ്ഞ് വന്നാൽ മതിയേ. അപ്പം പോള് രാവിലെ പറഞ്ഞിട്ട് പോയാ എനിക്ക് രാവിലെ പുട്ടുണ്ടാക്കിത്താ, ഉച്ചയ്ക്ക് ഞാൻ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ചൂട് പൂരി ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ വന്ന് കുറച്ച് നേരം കൊണ്ട് ചോദിക്കുക, ഇച്ചിരി നേരമായി വന്നിട്ട്. അപ്പം ഞാൻ ഈ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അടുപ്പൊന്നും ഒതുങ്ങിയില്ല. ഇപ്പം ഇനി പൂരി ഉണ്ടാക്കാൻ പോവാം.
രാവിലെ ഉണ്ടാക്കിയ എണ്ണ അതുപോലെ ഞാൻ ഇങ്ങനെ അടച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയാണ് ഈ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ അടപ്പത്തിങ്ങനെ പല പല കാര്യങ്ങൾ ഇരിക്കുമായതുകൊണ്ട് ചൂട് കാരണം എനിക്ക് നിൽക്കാൻ ഈ മുഖം തുടച്ച് മുഖം നീറുക. അതേ അവസ്ഥയാണ്. ഞാൻ എത്ര പ്രാവശ്യം മുഖം കഴുകുന്നതെന്നറിയാമോ? എന്നാലും നമുക്കൊരാശ്വാസമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഒന്ന് അവിടെ നമ്മളിപ്പോൾ അടപ്പത്തിട്ടേക്കുന്ന സാധനം ഒന്ന് മാറ്റി. എനിക്ക് ഈ ചൂടത്ത് എനിക്ക് ഈ 4 സ്റ്റൗ കൂടെ കത്തിക്കാനും പേടിയാണ്. ചൂടെടുത്ത് ഗ്ലാസ് കാണാൻ പൊട്ടിത്തെറിച്ചാലോ എന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇച്ചിരി നേരം അവിടെ നിൽക്കേ, ഞാൻ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിരിക്കും. അവനങ്ങ് അവൻ്റെ മനസ്സിൽ ഇത് മൊത്തം എക്സാം സമയത്തും ഇതായിരുന്നു എന്തോന്ന് അവൻ്റെ മൈൻഡിൽ. വന്ന് കയറിയപ്പോഴേ പൂരി എന്നും പറഞ്ഞാൽ വന്നത്. ഞാൻ പറഞ്ഞേടാ നീ ശരിക്കും പരീക്ഷ എഴുതിയോടാ, അതോ നീ ഇന്ന് മൊത്തം അവിടെ നിന്ന് പൂരി തിന്നുന്ന അത് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നോ? അവൻ പറഞ്ഞില്ല എഴുതി. അപ്പോൾ അങ്ങ് അവിടെ നിന്ന് ചോദിക്കും മമ്മി ഉണ്ടാക്കുമെന്നോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഉണ്ടാക്കുമെന്ന്. ഉണ്ടാക്കുവാടാ. രാവിലെ പുട്ടങ്ങനെ ഉണ്ടായിരുന്നടാ? അന്നേരം അല്ലാത്തപ്പോൾ നീ എന്താ കഴിച്ചിട്ട് പോകാത്തത്? അത് നീ തിന്നത്തില്ല, ലിവറാ. അവന് കടലക്കറി കണ്ടപ്പോൾ തൊട്ട് പുട്ട് വേണം. പിന്നെ തള്ളമാരല്ലേ, രാവിലെ എനിക്ക് രാവിലെ പൂരി ഉണ്ടാക്കണമായിരുന്നു. പിന്നെ അവന് വേണ്ടി പിന്നെ ഒരു പുട്ടും ഉണ്ടാക്കി. നമ്മളോടല്ല പറയാനൊക്കത്തുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് പോയി ഉച്ചയ്ക്ക് വരുമ്പം എനിക്ക് ഇത് ഉണ്ടാക്കി തരണേ. കണ്ടോ ആ പാത്രം നമുക്ക് എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയും നേരം രാവിലെ തൊട്ടിരുന്ന മാവ് നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് വീർത്ത് വരേണ്ടതാണ്. അപ്പം നമുക്ക് എണ്ണ എങ്ങോട്ട് ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.